വെൽക്കം ടു അവർ ഫിസിക്സ് ക്ലാസ്സസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡയമെൻഷൻ എന്താണ്, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. ഒരു ക്വാണ്ടിറ്റി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ, ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവറിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക് ക്വാണ്ടിറ്റികളും നമ്മുടെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അവരുടെ ഡയമെൻഷൻസും, ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ചേർന്നുണ്ടായിരിക്കുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗങ്ങളുള്ളത്, അതായത് ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മളെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഈ ഡയമെൻഷണൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഒരു ക്വാണ്ടിറ്റിയെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സാധിക്കും. ഉദാഹരണത്തിന്, സെൻറ്റിമീറ്ററിൽ കിട്ടിയിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു റീഡിങ്ങിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ MKS സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് FPS സിസ്റ്റത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മളെ ഈ ഡയമെൻഷണൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, നമുക്ക് സിമ്പിളായിട്ടുള്ള ചില ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ഡിറൈവ് ചെയ്യാം. ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഇക്വേഷനുകൾ ഡിറൈവ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. പലപ്പോഴും ഇക്വേഷൻസ്, ഓരോ സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നമ്മൾ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇവർക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ഉദാഹരണത്തിന് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ്, അല്ലേ? മോഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്ടൻ്റെ ഇക്വേഷനുകൾ, ഫസ്റ്റ് ലോ മീൻസ് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, V = U + AT. അപ്പോഴൊക്കെ നമുക്ക് സംശയമുണ്ട്, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഇക്വേഷനുകൾ ഡിറൈവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചില ഇക്വേഷനുകൾ ഡിറൈവ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് എഴുതാം, ടു ചെക്ക് the correctness of an equation. To check the correctness of an equation. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. പ്രിൻസിപ്പിളിൻ്റെ പേര് ഓർത്തിരിക്കുക, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുന്ന ഇക്വേഷൻ്റെ പേര് ഓർത്തോളൂ, മീൻസ് പ്രിൻസിപ്പിളിൻ്റെ പേര് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, Z = A + B. അതായത് രണ്ട് ടേമുകളുടെ അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റികളുടെ സമ്മേഷനായിട്ടാണ് നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത്. Z = A + B. ഈ ഇക്വേഷനിൽ എത്ര ടേമുകളുണ്ട്? ഒരു ഇക്വേഷനിലെ ടേംസ് എന്ന് പറയുമ്പോൾ അതിനെ പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ Z, A, B എന്നൊക്കെ പറയുന്ന വേരിയബിൾസ് ആണ്. ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ ടേം എന്ന് പറയാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എത്ര ടേമുകളുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHSൽ ഒരു ടേം, റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്ലസ് ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുന്ന 2 പേര്. അപ്പോൾ ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത ഇക്വേഷനിൽ 3 ടേമുകൾ, അതിൽ കൂടുതൽ ടേമുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നു, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡയമെൻഷണലി വാലിഡ് ആകണമെങ്കിൽ ഇതിലെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ടേം എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാളുണ്ടല്ലോ, ഇസഡിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കണം എയുടെ ഡയമെൻഷൻ. അത് തന്നെയായിരിക്കണം B എന്ന ടേമിൻ്റെ ഡയമെൻഷൻ. കണ്ടോ? അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ആൻ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ് ഓൺലി ഇഫ് ഓൾ ദ ടേംസ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഇവിടുത്തെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ടേം കൂടി ഉണ്ടെന്ന് എഴുതുക, പ്ലസ് അല്ലെങ്കിൽ -C. അങ്ങനെയെങ്കിൽ ദ ഡയമെൻഷൻ ഓഫ് B തന്നെയായിരിക്കണം ഡയമെൻഷൻ ഓഫ് C.
അപ്പോൾ നോക്കൂ, ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ പറയുന്നു ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഡയമെൻഷണൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഡയമെൻഷണൽ അനാലിസിസിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. നമുക്കറിയാം ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ളത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നു ഒരുപോലെ ഇരിക്കണം. എന്ത്? ഒരു ഇക്വേഷനിലെ ടേമുകളുടെ എല്ലാം ഡയമെൻഷൻ ഒരുപോലെയാണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില ഇക്വേഷനുകൾ ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ: ഒരു ഇക്വേഷൻ തന്നിട്ട് ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ, അല്ലെങ്കിൽ ചെക്ക് ദ ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ആൻ ഇക്വേഷൻ, അല്ലെങ്കിൽ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ എന്നായിരിക്കും ചോദ്യം. അപ്പോൾ എന്തൊക്കെയാണ് ടേം? ചെക്ക് ദ കറക്റ്റ്നെസ്, ചെക്ക് ദ കൺസിസ്റ്റൻസി, ചെക്ക് ദ വാലിഡിറ്റി. ഇതെല്ലാം ഒന്നിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ചില ഇക്വേഷനുകളുടെ കൺസിസ്റ്റൻസി ഒന്ന് പരിശോധിക്കാം, അല്ലെങ്കിൽ വാലിഡിറ്റി ഒന്ന് പരിശോധിക്കാം. നോക്കൂ, നമുക്ക് വളരെ പരിചയമുള്ള ന്യൂട്ടൻ്റെ ഒരു ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഇക്വേഷനാണ് V = U + AT. ഇത് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ഇക്വേഷനാണ്. വെലോസിറ്റി ടൈം റിലേഷൻ, ഫൈനൽ വെലോസിറ്റി = ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ എത്ര ടേമുകളുണ്ട്? ടേമുകൾ എങ്ങനെ തിരിച്ചറിയും? പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് V അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ടേം. ഇനി ഈ പ്ലസിൻ്റെ ഇരുവശത്തും രണ്ട് ടേമുകൾ. അപ്പോൾ വേരിയബിൾസ് ആരൊക്കെയാണ്? VUAT. ഇത് വേരിയബിൾസ് ആണ്. ടേംസോ 1, 2, 3 ടേമുകൾ. അപ്പോൾ നമുക്ക് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. നോക്കാം. ഇവിടുത്തെ ആദ്യത്തെ ടേം വെലോസിറ്റി. സോ ദ ഡയമെൻഷൻ ഓഫ് ദിസ് ടേം വെലോസിറ്റി V = LT⁻⁻1 ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം LT⁻⁻1. ഇനി U എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, അപ്പോൾ അതും വെലോസിറ്റി തന്നെയാണ്. വെലോസിറ്റി ആയതുകൊണ്ട് ഡയമെൻഷൻ LT⁻⁻1. അനി മൂന്നാമത്തെ ടേം ആക്സിലറേഷൻ ഇൻറ്റു ടൈം അല്ലേ, AT. ദാറ്റ് AT നമുക്ക് നോക്കാം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ LT⁻⁻2 ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ T, അതായത് T⁻1. സോ രണ്ടും കൂടി ചേരുമ്പോൾ T⁻⁻2ഉം T⁻1ഉം കൂടെ ചേരുമ്പോൾ എന്തായി? LT⁻⁻1. കണ്ടോ ഇവിടെ പ്രത്യേകത? ഈ മൂന്ന് ടേമുകളുടെയും ഡയമെൻഷൻ എന്താ? സെയിം അല്ലേ. അപ്പോൾ മൂന്ന് ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് അത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് ഡയമെൻഷണലി കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഡയമെൻഷണലി വാലിഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇക്വേഷൻ്റെയും കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ്നെസ് പരിശോധിക്കുന്നത്. ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് അക്കോർഡിംഗ് ടു ദ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ദ ഇക്വേഷൻ V = U + AT ഈസ് കൺസിസ്റ്റൻറ്റ് ഓർ വാലിഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? S = UT + ½AT². അല്ലേ, നമ്മൾ 9th പഠിക്കുന്ന ഇക്വേഷൻ. S = UT + ½ എത്ര ടേംസ്? ഇതാ ഇവിടെ ഒരു ടേം S, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം. അപ്പോൾ ഓരോ നോക്കാം. S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡയമെൻഷൻ ഓഫ് S ഈസ് L. ഇനി UT ആണെങ്കിലോ ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണേ. വെലോസിറ്റി LT⁻⁻1, ടൈം ആണെങ്കിൽ T. അപ്പോൾ T⁻⁻1ഉം T⁻1ഉം കൂടി ചേരുമ്പോൾ അത് L ആയി മാറുന്നു. അടുത്തത് ½AT². കണ്ടോ, ഹാഫ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അയാൾക്ക് ഡയമെൻഷൻ ഇല്ല. ഇനി ആരുടെ ഡയമെൻഷൻ നോക്കണം? ആക്സിലറേഷൻ്റെയും ടൈമിൻ്റെ സ്ക്വയർ. ആക്സിലറേഷൻ LT⁻⁻2, ടൈമിൻ്റെ സ്ക്വയർ ആണെങ്കിലോ T². അപ്പോൾ T⁻⁻2ഉം T² കൂടെ ക്യാൻസലായി ആര് മാത്രമാവുന്നു? L മാത്രം. അപ്പോൾ നോക്കി, all the three terms have the same dimension. So according to the homogeneity principle, the equation is dimensionally correct. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പരിശോധിക്കാം. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? V² - U² = 2
AS. നോക്കാം നമുക്ക് എത്ര ടേം? 1, 2, 3. ആദ്യത്തെ ടേം വി സ്ക്വയർ ആണ്, വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ L²T⁻². ഇതാണ് ആരുടെ ഡയമെൻഷൻ? വി സ്ക്വയർ. യു സ്ക്വയറും വെലോസിറ്റിയുടെ സ്ക്വയർ ആയതുകൊണ്ട് അതും എന്ത് തന്നെ വരും? L²T⁻². ഇനി അടുത്ത ടേം 2AS അല്ലേ? 2 എന്നത് നമ്പറാണ്, അയാൾക്ക് ഡയമെൻഷൻ ഇല്ല. പിന്നെ ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആക്സിലറേഷൻ LT⁻² ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? L വരും അല്ലേ? സോ L × L, L²T⁻². ഓൾ ദ ടേംസ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. സോ ഇയാളും എന്ത് തന്നെയാണ്? ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഇക്വേഷനുകൾ, നമുക്ക് പരിചയമുള്ള ഇക്വേഷനുകളെയൊക്കെ നമുക്കിങ്ങനെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഒന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പരിചയമുള്ളൊരു ഇക്വേഷൻ നോക്കാം. ന്യൂട്ടൻ്റെ F = ma. നോക്കൂ, ഇവിടെ 2 ടേം, ലെഫ്റ്റ് സൈഡിൽ F, റൈറ്റ് സൈഡിലാണെങ്കിൽ ma. അപ്പോൾ ആകെ 2 ടേമുകളാണ് ഇക്വേഷനിലുള്ളത്. എഫിൻ്റെ ഡയമെൻഷൻ നമ്മൾ കാണാതെ പഠിച്ചു. മാസ് ഇൻറ്റു ആക്സിലറേഷൻ mL⁻². റൈറ്റ് സൈഡിൽ കണ്ടോ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ 2 ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആണ്. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷന് ഡയമെൻഷനലി കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ഇനി ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും നമുക്കത് കറക്റ്റാണോ എന്ന് പരിശോധിക്കാൻ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. ഇനി ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നു, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ അതിൻ്റെ എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആവണം. അപ്പോൾ നമുക്ക് പരിചയമുള്ള കൈനറ്റിക് എനർജി ½ പൊട്ടൻഷ്യൽ എനർജി mgh, ഏത് ഇക്വേഷന് വേണമെങ്കിലും നമുക്കിങ്ങനെ പരിശോധിക്കാം. ഇനി നമ്മൾ സ്വന്തമായിട്ടൊരു ഇക്വേഷൻ ഫോം ചെയ്താൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത്, ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്കൊരു ക്വാണ്ടിറ്റിയെ കൺവേർട്ട് ചെയ്യുന്നതിന് ഈ ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അതിനു മുമ്പേ നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത്, ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ചില ക്വാണ്ടിറ്റികളുടെ യൂണിറ്റും അവരുടെ ഡയമെൻഷനുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ എന്നറിയണമെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അവിടെ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കി, ഞാൻ പറയാൻ പോകുന്നു, സ്പീഡ് എന്ന ക്വാണ്ടിറ്റി, സ്പീഡിൻ്റെ ഡയമെൻഷൻ LT⁻⁻1 ആണ്, യൂണിറ്റ് m/s ആണ്. ഇനി ആക്സിലറേഷൻ L⁻², ആണ്, യൂണിറ്റ് m/s² ആണ്. ഇനി ഫോഴ്സ് ആണെങ്കിലോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ mL⁻², യൂണിറ്റ് മാസിൻ്റേത് കിലോഗ്രാം, LT⁻² ആകുമ്പോൾ m/s². ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. ഓക്കെ, ശരിക്കും യൂണിറ്റ് കിലോഗ്രാം m/s² എന്നാണ്. നെക്സ്റ്റ് ഈസ് മൊമെൻറ്റം, മാസ് ഇൻറ്റു വെലോസിറ്റി, യൂണിറ്റ് എങ്ങനെ? കിലോഗ്രാം m/s². അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കിട്ടിയാൽ യൂണിറ്റ് എഴുതാൻ എളുപ്പമാണ്. കാരണം ഡയമെൻഷൻ്റെ പവർ എന്താണോ അതേ പവർ തന്നെയാണ് യൂണിറ്റിനും വരിക. ഈ LT⁻⁻1 ലെങ്തിൻ്റെ പവർ 1 ആയതുകൊണ്ട് മീറ്റർ, യൂണിറ്റായ മീറ്ററിൻ്റെ പവർ 1, ടൈമിൻ്റെ പവർ -1 ആയതുകൊണ്ട് സെക്കൻഡിൻ്റെ പവർ -1 തന്നെ. അപ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ തന്നിരുന്നാൽ നമുക്കതിൻ്റെ യൂണിറ്റ് വളരെ എളുപ്പത്തിൽ എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ഒരു ഡയമെൻഷൻ ഇതാണ്, mL²T⁻². വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഫോർ ദിസ് ക്വാണ്ടിറ്റി? ഈ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഞാൻ എഴുതുന്നു, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, പവർ സ്ക്വയർ ആണ് m², ടൈമിൻ്റെ യൂണിറ്റ് second⁻². എളുപ്പമല്ലേ? ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയാമെങ്കിൽ യൂണിറ്റ് എഴുതുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റി m⁻⁻1 L³ T⁻². ഈ ഡയമെൻഷൻ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ Gയുടെ ഡയമെൻഷനാണ് m⁻⁻1 L³ T⁻². അങ്ങനെയെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? നോക്കൂ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, പവർ -1.
ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, പവർ ക്യൂബാണ്. ടൈമിൻ്റേത് സെക്കൻഡ് ടു ദ പവർ -2. സോ ഇതായിരിക്കണം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റായ ജി എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും യൂണിറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ നമുക്കറിയാമെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു കൺവേർട്ട് എ ക്വാണ്ടിറ്റി ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം ടു അനദർ. ഒരു ക്വാണ്ടിറ്റിയെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താ പറഞ്ഞേ? ടു കൺവേർട്ട് എ ക്വാണ്ടിറ്റി, ചെറുതായിട്ട് എഴുതണം, ടു കൺവേർട്ട് എ ക്വാണ്ടിറ്റി ഫ്രം, ഇവിടെ നിന്ന് ഫ്രം വൺ യൂണിറ്റ് ടു അനദർ യൂണിറ്റ് സിസ്റ്റം. ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് ഞാൻ മാറ്റുന്നതിനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഒരു ക്വാണ്ടിറ്റിയെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയത് കൊണ്ട് ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ മീറ്ററിൽ പറയുമ്പോൾ 1 മീറ്റർ, ഇത് തന്നെയാണ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ കണ്ടോ, ഇത് നമ്മൾ ഏത് സിസ്റ്റം? SI സിസ്റ്റം. ഇതാണെങ്കിലോ ഇത് നമ്മുടെ CGS സിസ്റ്റം. അപ്പോൾ നിങ്ങൾ SI സിസ്റ്റത്തിൽ പറയുമ്പോൾ 1 മീറ്റർ, എന്നാൽ CGSൽ പറയുമ്പോൾ അത് 100 സെൻറ്റിമീറ്റർ. പക്ഷേ ക്വാണ്ടിറ്റിക്ക് മാറ്റമുണ്ടോ? ആ 1 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് തന്നെയാണ് 100 സെൻറ്റിമീറ്റർ. പക്ഷേ പറയുന്ന രണ്ടും രണ്ട് ഡിഫറൻറ്റ് യൂണിറ്റ് സിസ്റ്റങ്ങളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ഒരു ക്വാണ്ടിറ്റിയെ 2 അല്ലെങ്കിൽ 2 അതിലധികമോ യൂണിറ്റ് സിസ്റ്റങ്ങളിൽ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് ക്വാണ്ടിറ്റിക്ക് ഒരിക്കലും മാറ്റം വരില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി ക്യൂവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? NU. N എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പാർട്ട്, U എന്ന് പറയുന്നത് യൂണിറ്റ് പാർട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടിറ്റി Q ക്യാൻ ബി റിട്ടൺ ആസ് N1U1 ദാറ്റ് ഈസ് ഈക്വൽ ടു N2U2. അതായത് ഒരു യൂണിറ്റ് സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ പാർട്ട് യൂണിറ്റ് പാർട്ട്, അടുത്ത സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ പാർട്ട് യൂണിറ്റ് പാർട്ട്. കണ്ടോ, ഉദാഹരണത്തിന് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തിലെ നമ്പർ, അവിടുത്തെ യൂണിറ്റ്. ഇത് അടുത്ത സിസ്റ്റത്തിലെ നമ്പർ, അവിടുത്തെ യൂണിറ്റ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇതാണ് ഇക്വേഷൻ N1U1 ഈസ് ഈക്വൽ ടു N2U2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണിത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു എക്സാമ്പിളിലൂടെ ചെയ്യാൻ പോവുകയാണേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റാണ്. ഡൈൻ എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഏത് സിസ്റ്റം? ഇത് SI സിസ്റ്റം. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? CGS സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ ക്വാണ്ടിറ്റി ആരാണ്? ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻⁻² ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നോക്കി, കൺവേർട്ട് ചെയ്യേണ്ടതാരെ? ഒരു ന്യൂട്ടനെ ഡൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റും ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റുമാണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകണേ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഏതാ ക്വാണ്ടിറ്റി? ഫോഴ്സ്. ഏതാ ഡയമെൻഷൻ? mLT⁻². ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കി, നമുക്കറിയാവുന്ന ഫോർമുല N1U1 ഈസ് ഈക്വൽ ടു N2U2. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഒരു ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഈ ഡൈനിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഡൈൻ ചേരുമ്പോഴാണ് ഒരു ന്യൂട്ടൺ ആവുക? അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N2 അല്ലേ? ഇത് N1U1, N2U2. കണ്ടുപിടിക്കേണ്ടത് N2. അപ്പോൾ N2വിൻ്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ പറഞ്ഞ N2 ഈക്വൽ ടു N1U1 ഡിവൈഡഡ് ബൈ U2 ആയിരിക്കും. N1U1 ഡിവൈഡഡ് ബൈ U2. ഇനി നമ്മുടെ ഇക്വേഷനിൽ നോക്കിയാൽ N1 ആരാ? 1. U1 ആരാ? ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ആര്? U2. U2 ആരാണ്? ഡൈൻ. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കാം, ഇതാരാണ് ഈ U1? നമ്മുടെ U1 എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ഏത് സിസ്റ്റം? SI. താഴത്തെ ഡൈൻ ഏത് സിസ്റ്റം?
CGS. അപ്പോൾ നിങ്ങൾ ഏത് സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്താലും അവരുടെ ഡയമെൻഷൻ മാറില്ലല്ലോ, ഡയമെൻഷൻ സെയിം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ചേഞ്ച് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നോക്കൂ, നമ്മുടെ N2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എഴുതണം. SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് എഴുതാം. അതിന് ശരിക്കും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? ഈ ഡയമെൻഷൻ നോക്കിയിട്ട് പറ. SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് MLT⁻²ന് കറസ്പോണ്ടിങ് ആയി SI സിസ്റ്റത്തിൽ എങ്ങനെ എഴുതാം? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്⁻², ഡിവൈഡഡ് ബൈ. ഇനി CGS സിസ്റ്റത്തിൽ വേണം, ഡൈൻ എന്നാണ് വിളിക്കുന്നത്, ശരിക്കും അയാൾ ആരാന്ന് നോക്കാം. CGS സിസ്റ്റത്തിൽ ഡൈൻ മാസ് ഗ്രാം അല്ലേ CGSൽ, ലെങ്ത് സെൻറ്റിമീറ്ററാണ്, ടൈമോ സെക്കൻഡ് തന്നെ ⁻². അപ്പോൾ നോക്കിയേടാ, N2 ഈസ് ഈക്വൽ ടു N1U1/U2. ആരാണ് U1? SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ്. SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എഴുതണം എന്തുപയോഗിച്ച്? ഡയമെൻഷൻ കണ്ടാൽ യൂണിറ്റ് എഴുതാൻ പഠിക്കണം. ഡിവൈഡഡ് ബൈ CGS സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഡയമെൻഷൻ സെയിം ആണ്, ഏത് സിസ്റ്റത്തിൽ പറഞ്ഞാലും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ CGSലെ M ആരാ? ഗ്രാം, ലെങ്ത് ആരാ? സെൻറ്റിമീറ്റർ, ടൈം സെക്കൻഡ് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, സെക്കൻഡ്⁻², സെക്കൻഡ്⁻² ക്യാൻസൽ ആവും. നമ്മൾ ഡിവൈഡ് ചെയ്യുവാണേ. ഇനി ചെയ്യേണ്ടത് എന്താണ്? SI സിസ്റ്റത്തിൽ നിന്ന് CGSലേക്ക് മാറ്റണം. അപ്പോൾ SI സിസ്റ്റത്തിലുള്ളവരെ എല്ലാം CGSലേക്ക് മാറ്റണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു N2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു കിലോഗ്രാം SI ആണ്, അതിനെ CGSലേക്ക് മാറ്റണം. കിലോഗ്രാമിന് തുല്യമായ CGS വാല്യൂ ഗ്രാം അല്ലേ. അപ്പോൾ 1 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. ഇൻറ്റു മീറ്ററിനെയും CGSലേക്ക് മാറ്റണം. മീറ്ററിൻ്റെ കറസ്പോണ്ടിങ് CGS സെൻറ്റിമീറ്റർ അല്ലേ. 1 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ? 100 സെൻറ്റിമീറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 ഗ്രാം ഉണ്ട്, അതുപോലെ 1 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നോക്കിയേടാ, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് SIയിൽ നിന്ന് CGSലേക്ക് ആയതുകൊണ്ട് SI സിസ്റ്റത്തിലെ യൂണിറ്റുകളെയെല്ലാം കറസ്പോണ്ടിങ് CGSലേക്ക് മാറ്റി. അപ്പോൾ കിലോഗ്രാം എന്ന് പറയുന്ന SIയിലെ യൂണിറ്റ് CGSലാവുമ്പോൾ 1000 ഗ്രാം അല്ലേ. മീറ്റർ എന്ന് പറയുന്ന SIയിലെ ലെങ്ത് CGSൽ പറയുമ്പോൾ അത് 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ ആരൊക്കെ നമുക്ക് വെട്ടിക്കളയാം? ഗ്രാം ഗ്രാം, സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ. സോ N2 ഈസ് ഈക്വൽ ടു 1000, 3 0 2 0, ടോട്ടൽ എത്ര? 10⁵ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി N2വിൻ്റെ വാല്യൂ 10⁵. ഇവിടുത്തെ N2വിൻ്റെ വാല്യൂ 10⁵. അപ്പോൾ നമുക്കത് ഇതെടുത്ത് എഴുതിയാൽ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈനുകൾക്ക് തുല്യമാണ്. കണ്ടോ, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ്? 10⁵ ഡൈനുകൾക്ക് തുല്യമാണ്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കി. ക്വസ്റ്റ്യനിൽ കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റാണ്. ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഫോഴ്സാണ്. അങ്ങനെയെങ്കിൽ ഡയമെൻഷൻ MLT⁻² അല്ലേ. ഈ ഡയമെൻഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ യൂണിറ്റ് നമുക്ക് എഴുതാൻ അറിയാം. ഇനി നമ്മൾ എന്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ക്വാണ്ടിറ്റിയെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയാൽ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഇല്ല. അങ്ങനെയെങ്കിൽ N1U1 ക്വാണ്ടിറ്റി Q ഈസ് ഈക്വൽ ടു NU ആണേ. സോ N1U1 തന്നെയായിരിക്കണം N2U2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N2 ആണ്. സോ N2 ക്യാൻ ബി റിട്ടൺ ആസ് N1U1/U2. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ N1 എന്ന് പറയുന്നത് 1 ആണ്, U1 എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. ഇനിയോ N2 നമുക്ക് കണ്ടുപിടിക്കാം, U2 എന്ന് പറയുന്ന ഡൈനാണ്. അപ്പോൾ SI/CGS. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം എന്താ? SI സിസ്റ്റത്തിനെ CGSലേക്ക് മാറ്റുക. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ SIയുടെ യൂണിറ്റ് ഉണ്ടല്ലോ. SIയുടെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതി? ഡയമെൻഷൻ നോക്കിയാൽ കറസ്പോണ്ടിങ് യൂണിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ സിസ്റ്റത്തിലെയും യൂണിറ്റ് കിട്ടും. ഡയമെൻഷൻ MLT⁻² ആയതുകൊണ്ട് SI സിസ്റ്റത്തിൽ എഴുതുമ്പോൾ മാസ് കിലോഗ്രാം, ലെങ്ത് മീറ്റർ, T⁻², സെക്കൻഡ്⁻². ശരിക്കും ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. അതുപോലെ ഇയാളെ വിളിക്കുന്ന പേരാണ് ഡൈൻ. നമുക്ക് ആ പേര് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓരോരുത്തരെ അറിയണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. പിടി കിട്ടിയോ? അപ്പോൾ ഗ്രാം സെൻറ്റിമീറ്റർ ഇൻറ്റു സെക്കൻഡ്⁻² കൊടുത്തു. സെക്കൻഡ് ക്യാൻസലായി. ഇനി നമുക്ക് SI സിസ്റ്റത്തിൽ നിന്ന് CGSലേക്ക് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ SI സിസ്റ്റത്തിലുള്ളവരെയെല്ലാം കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം, മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. ഇനി ഒരുപോലുള്ള യൂണിറ്റുകളൊക്കെ വെട്ടിക്കളഞ്ഞു, 10ൻ്റെ പവർ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടി N2വിൻ്റെ വാല്യൂ എത്ര? 10⁵. സോ വി ക്യാൻ റൈറ്റ് 1 Newton ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ ആയിരിക്കും. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഓക്കെ, കൺവേർട്ട് 1 joule ടു എർഗ്. കൺവേർട്ട് 1 joule. ജൂൾ എന്ന് പറയുന്ന ആരുടെ യൂണിറ്റാണ്? വർക്കിൻ്റെ അഥവാ എനർജിയുടെ യൂണിറ്റാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ, കൺവേർട്ട് 1 joule ടു ഡാഷ് എർഗ്. അപ്പോൾ ജൂൾ എന്ന് പറഞ്ഞാൽ അത് എനർജിയാണ്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ആര്? എനർജി. ഇവനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എനർജിയുടെ ഡയമെൻഷൻ ഉണ്ടെങ്കിലല്ലേ യൂണിറ്റ് എഴുതാൻ പറ്റൂ. mL²T⁻². ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ത്? N1U1 ഈക്വൽ ടു N2U2. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ N1 1 ആണ്, ഇത് ജൂളാണ്, ഈക്വൽ ടു ഇത് കണ്ടുപിടിക്കണം, ഇത് എർഗാണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഏത് സിസ്റ്റം? ഇത് SI. ഇത് എന്തിലേക്ക് മാറ്റുന്നു? CGS. എർഗ് എന്ന് പറയുന്നത് CGSലെ യൂണിറ്റ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്താൽ നമുക്ക് വേണ്ടത് N2 അല്ലേ? ഇക്വേഷൻ N2 ഈസ് ഈക്വൽ ടു N1U1/U2. ഓക്കെ, N1ൻ്റെ വാല്യൂ 1 ആണ്. U1 എന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റം? എനർജിയുടെ SI സിസ്റ്റം. എനർജിയുടെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് പറ. U1. SI സിസ്റ്റത്തിലെ യൂണിറ്റാണ് U1, ഇത് U2 ആണ്. അപ്പോൾ U1 പറഞ്ഞ യൂണിറ്റ് ഇത് നോക്കിയിട്ട് പറ. SI സിസ്റ്റത്തിലെ മീറ്ററിൻ്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആര്? സോറി, മാസിൻ്റെത് ഏത്? മാസിൻ്റെത് കിലോഗ്രാം. ഇൻറ്റു ലെങ്തിൻ്റെ സ്ക്വയർ. ലെങ്ത് ആരാ? മീറ്റർ. സോ മീറ്റർ സ്ക്വയർ. ഇൻറ്റു ടൈം സെക്കൻഡാണ്, second⁻². അപ്പോൾ നമുക്ക് U1 കിട്ടി. ഡിവൈഡഡ് ബൈ ഇനി U2 വേണം. U2 എന്ന് പറയുന്നത് CGS സിസ്റ്റം. അപ്പോൾ ഇത് നോക്കിയിട്ട് CGSലെ യൂണിറ്റ് പറ. ഗ്രാം ഇൻറ്റു ലെങ്ത് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ഇൻറ്റു second⁻² ആയിരിക്കും. ആര് വെട്ടിപ്പോവും? സെക്കൻഡിൻ്റെ ടേം വെട്ടിപ്പോവും. രണ്ടിലും കോമൺ ആയിട്ട് സെക്കൻഡ് ക്യാൻസലായിപ്പോയി. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആരെ എങ്ങോട്ട്? SI സിസ്റ്റത്തിൽ നിന്ന് CGSലേക്ക്. അപ്പോൾ ഇവിടുത്തെ SI ടേമുകളെല്ലാം CGSലേക്ക് മാറണം. നോക്കാം. സോ N2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 കിലോഗ്രാം എത്ര ഗ്രാമാ? 1000 ഗ്രാം ഇൻറ്റു മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 സെൻറ്റിമീറ്റർ. അതിനെ സ്ക്വയർ ചെയ്യണ്ടേ? മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഗ്രാമം. അവരെ മാറ്റണ്ടല്ലോ, നമുക്ക് അവരിലേക്കല്ലേ മാറ്റേണ്ടത്. അപ്പോൾ ആര് വെട്ടിപ്പോയി? ഗ്രാം ഗ്രാം, സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ബാക്കി വരുന്നു N2 ഈസ് ഈക്വൽ ടു, ഇവിടെ 3 0 1000, ഇവിടെയോ 100ൻ്റെ സ്ക്വയർ. ഇതല്ലേ ആകെ എത്ര 0? 3 4 7. സോ 10⁻⁷ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം? 1 joule ഈസ് ഈക്വൽ ടു ഡാഷ് എർഗ് 10⁻⁷ എർഗ്. നമ്മുടെ ആൻസർ കിട്ടി. 1 joule ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റിയെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇക്വേഷൻ ഇതാണ്. N1U1 ഈസ് ഈക്വൽ ടു N2U2 ആയിരിക്കും എന്നറിയണം. രണ്ടാമത്തേത്, ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയാമെങ്കിലേ നമുക്ക് എന്തെഴുതാൻ പറ്റൂ? ഏതൊരു സിസ്റ്റത്തിലെയും യൂണിറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡയമെൻഷൻ കണ്ടാൽ യൂണിറ്റ് എഴുതാൻ എളുപ്പമല്ലേ? ഓരോ ഡയമെൻഷനും ആ സിസ്റ്റത്തിലെ യൂണിറ്റ് ഏതാണോ അതിട്ട് കൊടുക്കാം. ഇനി ആരെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? SI CGSലേക്കാണെങ്കിൽ കിലോഗ്രാമിനെയും മീറ്ററിനെയും എല്ലാം സെൻറ്റിമീറ്റർ ഗ്രാമിലേക്കൊക്കെ മാറ്റണം. ഇനി തിരിച്ച് CGSനെ SIയിലേക്ക് മാറ്റാനാണെങ്കിലോ ഗ്രാമിനെ കിലോഗ്രാമിലേക്കും സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ 3 ആപ്ലിക്കേഷനുകളിൽ 2 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആകണമെങ്കിൽ അത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യണം. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്ന ഒരു ഇക്വേഷൻ്റെ എല്ലാ ടേമുകൾക്കും ഒരേ ഡയമെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആകൂ, അല്ലെങ്കിൽ വാലിഡ് ആകൂ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആകൂ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു കൺവേർട്ട് എ സിസ്റ്റം, അല്ലെങ്കിൽ ടു കൺവേർട്ട് എ ക്വാണ്ടിറ്റി ഫ്രം 1 യൂണിറ്റ് സിസ്റ്റം ടു അനദർ. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ N1U1 തന്നെയായിരിക്കും N2U2. ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയാമെങ്കിൽ മാത്രമേ യൂണിറ്റ് എഴുതാൻ പറ്റൂ. ഓക്കെ, ഇനി മൂന്നാമതൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. അത് നമ്മൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.